ഇന്ന് നമുക്ക് യാതും അറിയാൻ എന്ന തമിഴ് ഹൊറർ സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ നമ്മുടെ നായകന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളുമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കഴിയണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. പക്ഷെ അവളാണെങ്കിലോ അതിന് സമ്മതിക്കുന്നതേയില്ല. കല്യാണത്തിന് ശേഷം മതിയെന്നാണ് അവളുടെ ആഗ്രഹവും. അതേസമയമായിരുന്നു നായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സുഹൃത്തിന്റെ കാമുകിയും കൂടി കാടിനുള്ളിലുള്ള ഒരു റിസോർട്ടിലേക്ക് യാത്ര പോകുന്ന കാര്യം നായകൻ അറിഞ്ഞതും നായകൻ തന്റെ കാമുകിയും കൂട്ടി അവരോടൊപ്പം യാത്ര പോകുന്നു. എന്നാൽ ആ റിസോർട്ടിൽ വെച്ച് നായകന്റെ കാമുകിയും അവന്റെ കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ടും ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. കൊന്നതാരാ? നമ്മുടെ നായകനും. നായകനാണ് അവരെ കൊന്നതെന്ന് പറഞ്ഞപ്പോൾ ട്വിസ്റ്റ് വെളിപ്പെടുത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കും. സത്യത്തിൽ നായകൻ എന്തിനാണ് അവരെ കൊന്നത് എന്നതാണ് യഥാർത്ഥ ട്വിസ്റ്റ്. നായകൻ അവരെ കൊല്ലുവാനായിട്ട് ഒരു കാരണമുണ്ട്. നായകന്റെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ എന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായകനായ ജീവയെ കാണിക്കുന്നു. ജീവയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ ഒരു ഫിലിം ഡയറക്ടർ ആവുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ജീവ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നു. എന്നാൽ ജീവയുടെ അച്ഛനാണെങ്കിൽ അതൊട്ടും താല്പര്യമേ ഇല്ല. ജീവയെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും. നീ ഇതുപോലെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കാതെ ഏതെങ്കിലും മാസ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് പോ, അല്ലാതെ കുറെ ഷോർട്ട് ഫിലിമും എടുത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ സ്ഥിരം വഴക്ക് പറയുമായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ജീവയും കൊണ്ടൊരു സൈക്കാട്രിസ്റ്റിന് അടുത്തിരിക്കുന്ന ജീവയുടെ അച്ഛനെയാണ്. എന്നാൽ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ രണ്ടുപേരെയും മാറി മാറി നോക്കും. രണ്ടുപേരെയും കണ്ടിട്ട് രണ്ടിനും പ്രശ്നമുള്ളതുപോലെയാണല്ലോ തോന്നുന്നത് എന്ന മട്ടിലിരിക്കുകയാണ് ഡോക്ടർ. എന്നാൽ ജീവയുടെ അച്ഛൻ പറയുന്നത്, ഡോക്ടറെ, ഇവൻ ഒരാഴ്ച മുമ്പ് ഇവന്റെ കൂട്ടുകാരെയും കൊണ്ട് ഒരു ട്രിപ്പിന് പോയി. അതും ഏതോ കാട്ടിലേക്കെങ്ങണ്ടേ പോയത്. പോയിട്ട് വന്നതിൽ പിന്നെ ഇവൻ ആരോടും മിണ്ടുന്നില്ല. ഇവന്റെ ഇങ്ങനെയായിരിക്കുന്നത്. എന്താണ് ഇവന് സംഭവിച്ചതെന്ന് പോലും അറിയാൻ വയ്യ. ഡോക്ടർ ഒന്ന് ചോദിച്ചു നോക്കുമോ എന്നും ജീവയുടെ അച്ഛൻ പറയുന്നു. അച്ഛനോട് പുറത്തിരിക്കുവാനായി പറഞ്ഞ ഡോക്ടറാണെങ്കിൽ ജീവയോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ജീവ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് തുറന്നു പറയുവാനായി ആരംഭിക്കുകയാണ്. ജീവയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രഭു. പ്രഭുവിനൊരു കാമുകിയുണ്ട്. രണ്ടുപേരും തമ്മിൽ വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ ഒടുവിൽ രണ്ടുപേരുടെയും വീട്ടില് വിവാഹത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം പ്രഭു തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ജീവയോട് പറയുന്നുണ്ട്. മാത്രമല്ല ജീവയുടെ മുന്നിലിരുന്നു കൊണ്ട് അവർ രണ്ടുപേരും പ്രണയപൂർവ്വം സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ജീവയ്ക്ക് വല്ലാതെ ഈഗോ അടിക്കുകയാണ്. ജീവ അവരോട് പറയും, നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല അസൂയ തോന്നുന്നു എന്ന് പറയും. അത് കേട്ട് പ്രഭു ചോദിക്കുന്നത്, അല്ല നിനക്കും ഒരു കാമുകിയുള്ളതല്ലേ, പിന്നെ എന്തിനാണ് അസൂയ തോന്നുന്നത്? അതിന് മറുപടിയായിട്ട് ജീവ പറയുന്നത്, അവളാണെങ്കിൽ എന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല. അവൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണെന്നും പറയുന്നു. ജീവയുടെ കാമുകിയാണ് ശാലു. ശാലു ആണെങ്കിലോ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. ഇപ്പോൾ സിറ്റിയിലേക്ക് ജോലി ചെയ്യുവാനായി എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും പരിചയത്തിലായതും. അതുകൊണ്ട് തന്നെ ശാലു ആണെങ്കിൽ അങ്ങനെ മോഡേണൊന്നുമല്ല. മാത്രവുമല്ല പ്രണയിച്ചാലും ഈ ജീവയെ കൊണ്ട് അവളുടെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും അവൾ സമ്മതിക്കത്തേയില്ല. വിവാഹശേഷം മാത്രം മതി എന്തും. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ലോയലായിരിക്കുമെന്നും അവൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ജീവയ്ക്കാണെങ്കിൽ ശാലുവിന്റെ ആ പ്രവൃത്തിയൊന്നും അത്ര ഇഷ്ടമേ അല്ല. അവന് അത്യാവശ്യം മോഡേൺ ആയിരിക്കണം. പിന്നെ അവൻക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവൾ കൂടെ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് അവന്റെ ആഗ്രഹം. അതിനൊന്നും അവൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ജീവയ്ക്ക് ശാലുവിനോട് ചെറിയ ദേഷ്യമൊക്കെയുണ്ട്. ജീവയുടെ സങ്കടം കണ്ട പ്രഭു പറയും, അടുത്ത ആഴ്ച ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും കുറച്ച് ഫ്രണ്ട്സും ചേർന്നുകൊണ്ട് ഒരു ട്രിപ്പിന് പോവുകയാ, അതും കൊള്ളിമലയിലെ റിസോർട്ടിലേക്ക്. അവിടേക്ക് നീയും വാ, നിന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടിക്കോ. അവിടെ വെച്ച് നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് നടത്താനായും പറ്റും. നീ ഒന്ന് അവളോട് ചോദിക്കേ വരുന്നോ എന്ന്. എങ്ങനെയെങ്കിലും സോപ്പിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ടും പ്രഭു പറയുന്നു. ജീവ പറയുന്നത്, ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവൾ അടുത്തോട്ട് ചെന്നാൽ മതി, അവൾ എന്നെ കൊല്ലും. എന്നാൽ പ്രഭു പറയും, നീ ഒന്ന് ചോദിച്ചു നോക്ക്, എങ്ങനെയെങ്കിലും സോപ്പിട്ട് അവളെ കൂടി കൊണ്ടുവാടാ എന്ന് പറയുന്നു. അത് കേട്ട് ഉടനെ തന്നെ ജീവയാണെങ്കിൽ അടുത്ത ആഴ്ച അവളുടെ പിറന്നാളല്ലേ, ഒന്ന് അവളോടൊന്ന് ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു നോക്കിയാലോ എന്ന് കരുതി ഉടനെ തന്നെ ശാലുവിനെ ഫോൺ വിളിക്കും. ശാലുവിനോട് ഈ ഒരു ട്രിപ്പിന്റെ കാര്യം പറയുമ്പോൾ, ട്രിപ്പിന് വരാനോ? ഞാൻ അങ്ങനെ ഒരിക്കലും വരത്തില്ല. നീ എന്തിനാ എന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് വഴക്ക് പറയും. എന്നാൽ ജീവയ്ക്കാണെങ്കിൽ എല്ലാം കൂടി ആയപ്പോൾ ശാലുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. നീ വരണ്ട, അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് ജീവ കോൾ കട്ട് ചെയ്യുന്നതും. അതിനുശേഷം ശാലു ഒരുപാട് തവണ ജീവയെ വിളിക്കുന്നു. പക്ഷെ അവൻ കോൾ എടുക്കുന്നതേയില്ല. അതേസമയമായിരുന്നു ശാലുവിന്റെ ഒരു കൂട്ടുകാരി അവിടേക്ക് വന്നതും. കൂട്ടുകാരിയോട് ശാലു ഇക്കാര്യം പറയും. കൂട്ടുകാരി പറയുന്നത്, എടി
അവൻ എന്ത് നല്ല പയ്യനാ. ഇന്ന് വരെയും നിന്നോട് മോശമായി എന്തെങ്കിലും പെരുമാറാൻ വന്നിട്ടുണ്ടോ? എന്തിനും അവൻ നിന്നോട് ചോദിക്കാറല്ലേ ഉള്ളൂ. എന്നിട്ടല്ലേ അവൻ എന്ത് തീരുമാനിക്കൂ. പിന്നെ ഇങ്ങനെയുള്ള പയ്യനെ നീ എന്തിനാ വെറുപ്പിക്കുന്നത്? അവൻ നിന്നോട് ട്രിപ്പിന് വരുന്നു എന്നല്ലേ ചോദിച്ചുള്ളൂ. നീ അതിന് സമ്മതിക്കേ. നീ അവനോടൊപ്പം ഒന്ന് പോയിട്ട് വാ. എത്രയായാലും അവൻ നിന്റെ കാമുകനല്ലേ. മാത്രമല്ല അവൻ നല്ല പയ്യനും. നീ പോയിട്ട് വാ എന്ന് കൂട്ടുകാരിയും പറയുന്നു. ഉടനെ തന്നെ ശാലു ട്രിപ്പിന് വരാൻ താല്പര്യമുണ്ടെന്ന് ജീവയെ അറിയിക്കും. അടുത്ത ദിവസം തന്നെ ശാലുവും ജീവയും പ്രഭുവിന്റെ ഗേൾഫ്രണ്ടും ചേർന്ന് കൊള്ളിമലയിലേക്ക് യാത്രയായി. കൊടും കാടിലൂടെയാണ് അവരുടെ യാത്രയും. അവരത് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് ഒരു പോലീസുകാരൻ അവരെ തടഞ്ഞു നിർത്തും. ഈ കാടിനുള്ളിലൂടെ നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോടെ ഒരു റിസോർട്ടുണ്ട്, ആ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണെന്നും പ്രഭു പറയുന്നു. ഇവിടെ ഏത് റിസോർട്ട്? ആ റിസോർട്ടുകാരന്റെ നമ്പറിങ് എടുത്തേ, ഞാനൊന്ന് വിളിച്ച് തിരക്കട്ടെ എന്ന് പറയുന്നു. പ്രഭു ഉടനെ തന്നെ ആ ഒരു റിസോർട്ട് നടത്തുന്ന ആളുടെ നമ്പറും കൊടുക്കുന്നു. അയാളാണെങ്കിൽ ഇവർ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന കാര്യവും ഡീറ്റെയിൽസും എല്ലാം പോലീസ് ഓഫീസറിനോട് പറയും. പോലീസ് ഓഫീസർ റിസോർട്ടിലേക്ക് പോകുവാനുള്ള പെർമിഷനും കൊടുത്തു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയും. പോകുന്ന വഴിയിലൊക്കെ സൂക്ഷിച്ചു വേണം പോകാൻ. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ പതിയിരിക്കുകയാ. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പ്രത്യേകം പോലീസ് ഓഫീസർ പറയുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നതും. അങ്ങനെ അവർ റിസോർട്ട് എത്തുകയാണ്. ആ ഒരു റിസോർട്ട് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഒരു പ്രേതാലയം പോലെയാണ് തോന്നുന്നതും. റിസോർട്ട് കണ്ട് 4 പേരും ചെറുതായി ഒന്ന് ഭയന്ന് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും റിസോർട്ടിന്റെ ഇൻചാർജായ അപ്പുക്കുട്ടി അവിടേക്ക് വരും. അപ്പുക്കുട്ടിയോട് ഈ ഒരു റിസോർട്ട് കണ്ടാൽ ഒരു പ്രേതാലയം പോലെയാണല്ലോ തോന്നുന്നത്. മാത്രവുമല്ല വരുന്ന വഴിയിൽ പോലീസുകാരൻ സൂക്ഷിക്കണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞല്ലോ. എന്താ ഈ റിസോർട്ടിനെ പറ്റി ആർക്കും അറിയില്ലേ? എന്തിനാ ഇവിടെ നെഗറ്റീവ് എനർജി ഉള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രഭു ചോദിക്കുമ്പോൾ അപ്പുക്കുട്ടി പറയുന്നത്, എല്ലാവരും ഈ ഒരു റിസോർട്ടിനെ കുറിച്ചിട്ട് പ്രേതമുണ്ടെന്നൊക്കെയാ പറയുന്നത്. സത്യത്തിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു കപ്പിൾസ് താമസിച്ചിരുന്നു. അടുത്ത ദിവസം 2 പേരും ഇവിടെ മരണപ്പെട്ട് കിടന്നു. പോലീസ് അന്വേഷണത്തിനൊടുവിലാണ് അത് ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇവിടെ എല്ലാവരും പറഞ്ഞു പരത്തി ഇവിടെ പ്രേതമുണ്ടെന്നൊക്കെ. ആ 2 പേരും മരിച്ചതിൽ പിന്നെ ഈ റിസോർട്ടിനെ പറ്റി നെഗറ്റീവ് ഇമേജാണ് എല്ലാവർക്കും. ഈ ഇടയ്ക്കും കുറച്ചു പേര് വന്ന് താമസിച്ചതേ ഉള്ളൂ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് താമസിക്കാമെന്നും അപ്പുക്കുട്ടി പറയുന്നു. പ്രഭുവിന്റെ ഗേൾഫ്രണ്ടിന് അകത്തേക്ക് കയറിയപ്പോൾ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. നമുക്ക് ഇവിടെ താമസിക്കണ്ട, വേറെ എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ അവൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം രാത്രി എല്ലാവരും പുറത്തിരിക്കുന്ന സമയം പ്രഭുവും ഗേൾഫ്രണ്ടുമാണെങ്കിൽ മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ശാലുവാണെങ്കിലോ അങ്ങനത്തെ ശീലമൊന്നും അവൾക്കില്ലല്ലോ. അവളും മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. മാറിയിരിക്കുകയായിരുന്ന ശാലുവിനെ കൂട്ടത്തിലേക്ക് വിളിക്കുകയാണ് പ്രഭുവും ജീവയും. ഇവർ 2 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഒന്ന് പ്രഭുവിനും പ്രഭുവിന്റെ ഗേൾഫ്രണ്ടിനും, മറ്റൊന്ന് ശാലുവിനും ജീവയ്ക്കും വേണ്ടിയിട്ട്. അങ്ങനെ അവർ കുറെ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തതിനു ശേഷം റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ജീവയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. അപ്പോൾ പ്രഭു പറയുന്നുണ്ട്, എടാ ഇത് അവസരമാ, നീ എങ്ങനെയെങ്കിലും ഇത് മുതലാക്കണമെന്നും പ്രഭുവാണെങ്കിൽ ജീവയോട് പറയുന്നു. ജീവ തന്റെ റൂമിലേക്കും കയറി. ആ സമയത്ത് ശാലുവാണെങ്കിൽ ഉറങ്ങുവാനായിട്ടുള്ള തത്രപ്പാടിലും. എന്നാൽ ജീവയാണെങ്കിലോ കുറേ നേരം തന്റെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ശാലുവിനടുത്തേക്ക് ചെല്ലും. ശാലു പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന്. എല്ലാം കല്യാണത്തിന് ശേഷം. അഥവാ വീണ്ടും ഇങ്ങനെ വരികയാണെങ്കിൽ ഞാനിവിടെ നിന്ന് ടാക്സി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്നും അവൾ പറഞ്ഞു വിരട്ടുന്നു. അത് കേട്ട് വീണ്ടും ജീവയാണെങ്കിൽ ഇനി ഒന്നിനും പോകണ്ടെന്ന് തീരുമാനിച്ച് തന്റെ മനസ്സിനെ ശാന്തമാക്കി കിടക്കും. എന്നാലും അവന് മനസ്സ് വരില്ല. വീണ്ടും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവസാനം സഹിക്കിട്ട് അവൾ അതിന് സമ്മതിക്കും. പകരം സേഫ്റ്റി യൂസ് ചെയ്യണമെന്ന് അവൾ പ്രത്യേകം പറയുന്നുമുണ്ട്. അങ്ങനെ ജീവ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് അവൻ പുറത്തു വന്ന് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഉടനെ തന്നെ ശാലുവിനോട്, ശാലു നീ പുറത്തേക്ക് വാ, ഇവിടെ നല്ല ക്ലൈമറ്റ് ആണെന്ന് പറയും. എന്നിട്ടും അകത്തു നിന്നും ശാലുവിന്റെ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. കുറെ നേരം അവൾ വിളിച്ചു നോക്കി. ഒരു ശബ്ദവും കേൾക്കാത്തത് കൊണ്ട് ഉടനെ തന്നെ ജീവ അകത്തേക്ക് കയറിപ്പോയി നോക്കും. അപ്പോൾ കാണുന്ന കാഴ്ച ചലനമറ്റു കിടക്കുന്ന ശാലുവിനെയാണ്. ശാലുവിനെ തട്ടി വിളിച്ചിട്ടും അവൾ ഉണരുന്നില്ല. അവൾ മരണപ്പെട്ടിരിക്കുകയാണ്. അവളുടെ മരണം ഉറപ്പാക്കിയ ഉടനെ തന്നെ ജീവയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഉടനെ തന്നെ പ്രഭുവിനെ വിളിച്ചിട്ട്, എടാ നീ റൂമിലേക്ക് വാ, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണെന്നും പ്രഭുവിനോട് പറയുന്നു. ജീവയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയാണല്ലോ മരണപ്പെട്ട് കിടക്കുന്നതും. പ്രഭുവും ഗേൾഫ്രണ്ടും റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മരണപ്പെട്ട് കിടക്കുന്ന ശാലുവിനെയാണ്. എടാ നീ എന്തായി ചെയ്തിരിക്കുന്നത്? അവൾ മരിച്ചു പോയിരിക്കുന്നു. നീ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ജീവ പറയും, നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. അവളുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ എല്ലാം ചെയ്ത, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല. അത് കേട്ട് പ്രഭുവിന്റെ ഗേൾഫ്രണ്ട് പറയും, ചിലർക്ക് ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് 100-ൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാ.
അതാണ് ഇവിടെ ശാലുവിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് പോലീസിൽ അറിയിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇതിൽ കുടുങ്ങിപ്പോകുമെന്നും പ്രഭുവിനോട് പ്രഭുവിന്റെ ഗേൾഫ്രണ്ട് പറയുന്നു. അത് കേട്ടതും ജീവയ്ക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അയ്യോ, പോലീസിനെ അറിയിക്കരുതേ, പോലീസിനെ അറിയിച്ചാൽ എൻ്റെ ജീവിതമേ പോകും. എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. മാത്രമല്ല എൻ്റെ സഹോദരിയുടെ കല്യാണം പോലും ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ വേണം അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഞാൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമേ പോകും. നീ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞ് ജീവ ഒരുപാട് കെഞ്ചുന്നു. ജീവ എത്ര കെഞ്ചി പറഞ്ഞിട്ടും കേൾക്കാത്ത പ്രഭു ആണെങ്കിൽ ഇതിൽ നമ്മളും കൂടി പ്രതിയാകും. അതെന്തായാലും പറ്റത്തില്ല, പോലീസിനെ അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കും. അത് കാണുന്ന ജീവ ഉടനെ തന്നെ അവിടെ കിടന്ന ഗ്ലാസ് പൊട്ടിച്ച് പ്രഭുവിന്റെ കഴുത്തിൽ കുത്തുന്നു. അതോടുകൂടി പ്രഭു മരണപ്പെട്ടു പോയി. പ്രഭു മരിച്ചത് കണ്ട് അവന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ നീ എന്തായി ചെയ്തിരിക്കുന്നത്, പ്രഭുവിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് അവളും വല്ലാതെ ബഹളമുണ്ടാക്കുന്നു. പ്രഭുവിനെ ജീവയാണ് കൊന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് പ്രഭുവിന്റെ ഗേൾഫ്രണ്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ തലയും ഭിത്തിയിൽ പിടിച്ചിടിച്ച് അവളെയും കൊന്നുകളയുകയാണ്. മുകളിലുള്ള റൂമിൽ നിന്നും വലിയ ശബ്ദങ്ങളൊക്കെ കേട്ട് താഴെ നിൽക്കുന്ന അപ്പുകുട്ടി ഉടനെ തന്നെ മുകളിലത്തെ റൂമിലേക്ക് വരുന്നു. കതകിൽ മുട്ടുകയാണ്. ജീവ വാതിൽ തുറക്കുമ്പോൾ എന്താ ഇവിടെ നിന്നും വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതെന്നും അപ്പുകുട്ടി ചോദിക്കുന്നു. അതൊന്നുമില്ല, ഞാനേ ടിവിയിൽ വോളിയം കൂട്ടി വെച്ചിരുന്നതാ, അതാ ശബ്ദം കേട്ടതെന്നും ജീവയാണെങ്കിൽ അപ്പുകുട്ടിയോട് കള്ളം പറയുന്നു. അപ്പുകുട്ടി റൂമിൽ നിന്ന് പോയ ഉടനെ തന്നെ അപ്പുകുട്ടി അറിയാതെ ഈ 3 ഡെഡ് ബോഡിയും എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മറവ് ചെയ്യണമെന്നും ജീവ തീരുമാനിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ അപ്പുകുട്ടിയാണെങ്കിലോ ചന്തയിലേക്ക് പോകുവാനായി റെഡിയായി നിൽക്കുകയാണ്. ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് ജീവയോട് പറഞ്ഞിട്ടാണ് അപ്പുകുട്ടി തന്റെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോകുന്നതും. അപ്പുകുട്ടി പോയ ഉടനെ തന്നെ ജീവ തന്റെ കാറും എടുത്ത് കടയിലേക്ക് പോയിട്ട് 3 വലിയ ബാഗും വാങ്ങി റിസോർട്ടിലേക്ക് തിരികെ വരുന്നു. ആരും അറിയാതെ ബാഗ് തന്റെ റൂമിലേക്കും കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഓരോ ഡെഡ് ബോഡികളായിട്ട് ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവരും. പ്രഭുവിനെയും പ്രഭുവിന്റെ ഗേൾഫ്രണ്ടിനെയും പല പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് 2 ബാഗിലാക്കി പാക്ക് ചെയ്യും. അടുത്ത 3ാമതായിട്ട് തന്റെ ഗേൾഫ്രണ്ടായ ശാലുവിനെയാണ് ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവരുന്നത്. അവളുടെ ദേഹം വെട്ടിമുറിക്കുവാനായി വരുന്ന സമയം തന്നെ അവൾക്ക് ബോധം വീഴുന്നു. ബോധം വന്ന ശാലു, എന്താടാ ഇവിടെ ആകെ ബ്ലഡ്, നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ശാലു എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് സത്യം തുറന്നു പറയുവാനായിട്ട് ജീവ ഒരുങ്ങുന്നു. സത്യത്തിൽ ശാലുവിന് ജീവൻ വന്നെന്നുള്ളത് ജീവയുടെ തോന്നലായിരുന്നു. അവൾ സത്യത്തിൽ മരിച്ചു കിടക്കുകയാണ്. ജീവ ഉടനെ തന്നെ ശാലുവിന്റെ ഡെഡ് ബോഡിയും പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ബാഗിനുള്ളിലാക്കി. അപ്പുകുട്ടി അറിയാതെ 3 ബാഗും താഴേക്ക് വലിച്ചിഴച്ചു കൊണ്ട് പോകുന്ന സമയത്ത് അറിയാതെ ജീവ കലണ്ടർ ശ്രദ്ധിക്കും. 2026 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2026? ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ തോന്നലായിരിക്കുമെന്ന് ചിന്തിച്ച് ജീവ ഉടനെ തന്നെ 3 ബാഗും കാറിന്റെ ഡിക്കിയിലാക്കിയിട്ട് യാത്ര ആരംഭിച്ചു. ഒരു വലിയ മലയുടെ മുകളിൽ ചെന്നിട്ട് 3 ബാഗും താഴേക്കിട്ടിരിക്കുകയാണ്. ഡെഡ് ബോഡിയെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം തിരികെ പോകുന്ന വഴിയിൽ വെച്ച് സിനിമാ നടൻ വിജയ് ഇലക്ഷന് വിജയിച്ചതിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവ കാണുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? 2024 പത്രം വായിച്ചപ്പോഴാണല്ലോ വിജയ് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഇതെങ്ങനെ 2026 എനിക്ക് ആകെ കൺഫ്യൂഷൻ എന്നും ജീവ ചിന്തിക്കും. എന്നാൽ മറ്റൊരു വശത്ത് അപ്പുകുട്ടിക്കാണെങ്കിൽ ജീവയെ വല്ലാത്ത സംശയം. അതുകൊണ്ട് തന്നെ ജീവ ഇല്ലാത്ത തക്കം നോക്കി ജീവയുടെ റൂമിന്റെ സ്പെയർ കീ ഉപയോഗിച്ച് അപ്പുകുട്ടി റൂം തുറന്നു നോക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച റൂമിനുള്ളിലായിട്ട് 3 ഡെഡ് ബോഡികളെ നിരത്തി കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് അപ്പുകുട്ടി കാണുന്നതും. അത് കണ്ട് അപ്പുകുട്ടി ഞെട്ടിപ്പോകുന്നു. ജീവ റിസോർട്ടിലേക്ക് വന്നത് മനസ്സിലാക്കി ഒന്നും അറിയാത്ത മട്ടിൽ അപ്പുകുട്ടി താഴേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ അപ്പുകുട്ടിയുടെ മുഖത്താണെങ്കിൽ വല്ലാത്ത ടെൻഷനെല്ലാം ജീവ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പുകുട്ടിക്ക് സംഭവമെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞ ജീവയാണെങ്കിൽ എന്റെ റൂം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുമോ എന്ന് അപ്പുകുട്ടിയോട് ചോദിക്കും. പിന്നെന്താ, ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളുമായിട്ട് ജീവയുടെ റൂമിലേക്ക് എത്തി അവിടെ ക്ലീൻ ചെയ്യുവാനായും ആരംഭിക്കുന്നു. 3 ശവശരീരങ്ങളും കണ്ട് വല്ലാത്ത പേടിയോട് കൂടിയാണ് അപ്പുകുട്ടി അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതും. എന്നാൽ ജീവയാണെങ്കിൽ അപ്പുകുട്ടിയെ തന്നെ ശ്രദ്ധിച്ചിട്ട് അപ്പുകുട്ടി തിരിഞ്ഞു നിൽക്കുന്ന സമയം നോക്കി അപ്പുകുട്ടിയെ കൊല്ലുവാനായും ശ്രമിക്കുന്നു. ഇത് നേരത്തെ മനസ്സിലാക്കിയ അപ്പുകുട്ടി ഉടനെ തന്നെ ജീവയെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. ബാൽക്കണിയിലെത്തി വേഗം വാ, ദാ ഇവനെയാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുകയാണ്. അപ്പുകുട്ടി നേരത്തെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തിട്ടാണ് മുകളിലേക്ക് വന്നത്. പോലീസ് അകത്തേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച ബോധമില്ലാതെ താഴെ കിടക്കുന്ന ജീവയാണ്. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ മുകളിലേക്ക് വന്നത് ജീവയുടെ കൂട്ടുകാരനായ പ്രഭുവും ഗേൾഫ്രണ്ടും ജീവയുടെ ഗേൾഫ്രണ്ടായ ശാലുവുമായിരുന്നു. ജീവ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവരെ 3 പേരെയും കാണുകയാണ്. അപ്പുകുട്ടിയോടൊപ്പം 3 പേര് നിൽക്കുന്നത് കണ്ട് എടാ പ്രഭു, നീ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നു.
ഞാൻ മരിച്ചെന്നോ? നിനക്കെന്താ വട്ടാണോടാ? സത്യത്തിലെ അപ്പുക്കുട്ടി മുകളിലേക്ക് വിളിച്ചു വരുത്തിയത് ജീവയുടെ 3 സുഹൃത്തുക്കളെയുമായിരുന്നു. അവർ 3 പേരും ജീവയ്ക്ക് ചുറ്റും വന്ന് നിൽക്കുകയാണ്. എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. തലേ ദിവസം ഞാൻ ഇവരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയതല്ലേ? പിന്നെ ഇവരൊക്കെ എങ്ങനെ ജീവനോട് നിൽക്കുന്നു എന്നാണ് ജീവയുടെ ടെൻഷനും. അങ്ങനെ അവർ റിസോർട്ടിൽ നിന്നും പോകുവാനായി ഇറങ്ങുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ അപ്പുക്കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ജീവ ചോദിക്കും, തലേ ദിവസം തനിക്ക് എന്താ സംഭവിച്ചത്? എന്നാൽ അപ്പുക്കുട്ടി അത് പറയുവാനായി തുടങ്ങുന്ന സമയമായിരുന്നു ആ ഒരു സീൻ അവിടെ കട്ടായി നേരെ സൈക്കാട്രിസ്റ്റിന് അടുത്തിരിക്കുന്ന ജീവയെ കാണിക്കുന്നതും. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യഥാർത്ഥത്തിൽ അവരെ കൊന്നതാ. പക്ഷെ അവരെങ്ങനെ ജീവനോട് കൂടി വന്നു എന്നൊക്കെ സൈക്കാട്രിസ്റ്റിനോട് ജീവ പറയും. എന്നാൽ സൈക്കാട്രിസ്റ്റ് പറയുന്നത്, നീ അപ്പുക്കുട്ടിയോട് നിനക്ക് എന്താണ് തലേ ദിവസം സംഭവിച്ചതെന്ന് ചോദിച്ചില്ലേ? അപ്പുക്കുട്ടി എന്താ പറഞ്ഞത്? ആ കാര്യം തുറന്ന് പറയുവാനായിട്ടും സൈക്കാട്രിസ്റ്റ് പറയുന്നു. അപ്പുക്കുട്ടി എന്താണ് ജീവയോട് പറഞ്ഞതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. 4 പേരും റിസോർട്ടിലേക്ക് വന്ന സമയത്ത് ജീവയുടെ മനസ്സിൽ ശാലുവിനൊപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ജീവ തയ്യാറെടുക്കും. ഒരുപാട് മദ്യപിച്ചിട്ടാണ് റൂമിലേക്ക് വന്നതും. റൂമിൽ വന്ന പാടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് അവനാണെങ്കിൽ കിടന്നുറങ്ങുവാനായും തുടങ്ങി. ബോധം പോയി അവൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവൻ കണ്ട സ്വപ്നമായിരുന്നു അതെല്ലാം. ആ ഒരു സ്വപ്നത്തിലായിരുന്നു അവൻ തന്റെ കൂട്ടുകാരെയും ഗേൾഫ്രണ്ടിനെയും ഒക്കെ കൊന്ന് കുഴിച്ചു മൂടിയതും. ഈ കാര്യങ്ങളെല്ലാം കേട്ട സൈക്കാട്രിസ്റ്റ് അവനെ ഒരുപാട് സമാധാനിപ്പിക്കും. ഇതെല്ലാം നിന്റെ വെറും തോന്നലല്ലേ, ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് മെഡിറ്റേഷനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് മെഡിസിനും ഒക്കെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഒരു മെഡിസിനും വാങ്ങി ജീവ അവിടെ നിന്നും യാത്രയായി. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.